ഇപ്രാവശ്യത്തെ പതിവ് വിഭവങ്ങളായ പെൺപെരുമ, അക്ഷരങ്ങളിലെ അവൾ, മധുരമ മറുഭാഷ, സൂത്രം, ചിത്രപദം എന്നിവയൊക്കെ തന്നെയാണ് ഇന്നും. സുന്ദര ശില്പങ്ങളുടെയും മനോഹര വർണ്ണങ്ങളുടെയും ഒരു പെൺപെരുമയിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. പെൺപെരുമ. മോത്തി രാജേഷ് ഇന്ന് വരെ ഒരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല. കാലിൽ ചിലങ്ക അണിഞ്ഞിട്ടുമില്ല. എന്നിട്ടും യൂണിവേഴ്സിറ്റി കലാതിലകമായത് തൻ്റെ വരകളുടെയും വർണ്ണങ്ങളുടെയും സഹായത്തോടെയാണ്. വളകളിലും കമ്മലുകളിലും തുണിയിലും ഗ്ലാസ്സിലുമൊക്കെ മനോഹരമായ ചിത്രപ്പണികൾ ചെയ്യുന്ന മോത്തി രാജേഷിന് ഇത് അത്രയും മികച്ച ഒരു വരുമാന മാർഗം കൂടിയാണ്. ടെലിവിഷൻ ജേർണലിസ്റ്റ്, കോളേജ് അധ്യാപിക, പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നീ നിലകളിലുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് മോത്തിക്ക് തൻ്റെ പ്രിയപ്പെട്ട വർണ്ണലോകം. ഇന്നത്തെ പെൺപെരുമയിലൂടെ നമുക്ക് മോത്തി രാജേഷിനെ പരിചയപ്പെടാം. വരൂ. ചായക്കൂട്ടുകൾ പ്രകാശിപ്പിക്കുന്നത് സ്വന്തം മനസ്സാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ചിത്രകാരിയാണ് മോത്തി രാജേഷ്. മോത്തിയുടെ മനസ്സിൽ അത്രയും വർണ്ണങ്ങളാണ്, വർണ്ണങ്ങളുടെ അനന്ത സാധ്യതയാണ്. ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കരകൗശല ജോലികൾ ചെയ്യാറുണ്ടെങ്കിലും ചിത്രം വരയിൽ തന്നെയാണ് മോത്തിയുടെ മനസ്സ്. ചിത്രകലയാണ് എൻ്റെ പ്രധാന ഐറ്റം. ചിത്രകല ശരിക്കും എനിക്കൊരു ഹോബിയല്ല, അത് എന്നിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ചിത്രം വരയാണ് പ്രധാനം, ബാക്കിയൊക്കെ വശങ്ങളിൽ മാത്രമാണ്. അതായത് ടെറാക്കോട്ട ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുക, വളകളിൽ ചിത്രപ്പണി ചെയ്യുക, പിന്നെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുക, വസ്ത്രങ്ങളിൽ വരയ്ക്കുക, ഇതൊക്കെ സൈഡ് മാത്രമാണ്. പിന്നെ പ്രതലം എന്നെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. ഏത് പ്രതലത്തിലും ചിത്രം വരയ്ക്കുകയാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുളസിത്തടിയിലൊക്കെ ചെറിയ ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കുക, കാർവിങ്, വുഡ് കാർവിങ്, അതുമൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നു. എങ്കിലും ചിത്രകലയാണ് എൻ്റെ പ്രധാന മേഖല. ഒരു സ്ത്രീ ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ വിഷയങ്ങൾ സ്ത്രീരൂപങ്ങൾ തന്നെയാവും. മോത്തി വരയ്ക്കുന്നതും കൂടുതൽ സ്ത്രീരൂപങ്ങൾ തന്നെ, അതും വ്യത്യസ്തമായ രൂപഭാവങ്ങളുള്ളവ. ഓരോ വരയിലും ഓരോ വർണ്ണത്തിലും തൻ്റെ സ്ത്രീരൂപങ്ങൾ വ്യത്യസ്തമാവണമെന്ന് മോത്തി ആഗ്രഹിക്കുന്നു. ഈ രംഗത്ത് ഒരു പ്രത്യേക പരിശീലനമൊന്നും മോത്തി നേടിയിട്ടുമില്ല. പ്രത്യേകിച്ചൊരു ഗുരു ഇല്ല. അച്ഛനാണ് എൻ്റെ ഗുരു. അച്ഛൻ ചിത്രകലാധ്യാപകനും ഫോട്ടോഗ്രാഫറും ഒക്കെയാണ്. നൂതന ചിത്രകലാ രീതികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ സങ്കേതങ്ങളെക്കുറിച്ച് പഠിച്ചതും പിന്നെ അനാട്ടമിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ഒക്കെ അച്ഛൻ്റെ നിന്നാണ്. എല്ലാത്തിലും എൻ്റെ സ്വയം ഒരു പരീക്ഷണം ആണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാത്തിലും ഞാൻ പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ വാട്ടർ കളർ ചെയ്തിട്ട് അതിൽ നമ്മുടെ തടിയിലൊക്കെ അടിക്കുന്ന വാർണിഷ് ചെയ്താൽ അതിനൊരു പഴമ തോന്നിക്കുമെന്നുള്ള എൻ്റെ സ്വയം ഒരു കണ്ടെത്തൽ. അതുപോലെ പെയിൻറ്റിങ്ങിൽ ബ്രഷ് ഉപയോഗിക്കുന്നതിന് പകരം ബ്രഷിൻ്റെ മൂഡ് കൊണ്ട് ചെയ്താൽ ഒരു പ്രത്യേക എഫക്റ്റ് വരും എന്നുള്ള സ്വയം ഒരു കണ്ടെത്തൽ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്വന്തം സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന എന്നൊരു പ്രത്യേക താല്പര്യം കൂടി എനിക്കുണ്ട്. പെയിൻറ്റിങ്ങുകൾക്കൊപ്പം മോത്തി രാജേഷിന് ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമമാണ് ശില്പകല. ചിത്രകലയിലെ ഈ നൂതന രൂപങ്ങൾ ആവിഷ്കരിക്കും പോലെ തന്നെയാണ് ശില്പകലയിലും മോത്തി അഭിരമിക്കുന്നത്. സ്ത്രീ എന്നത് ഒന്നിൻ്റെയും പരിമിതിയല്ല എന്ന് മോത്തി പറയുന്നു. സ്ത്രീകൾ സിമെൻറ്റിൽ ശില്പങ്ങൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇരുമ്പിൽ ചെയ്യാറില്ല എന്നൊക്കെ പറയും. ഞാനിതുവരെ ശില്പകല എൻ്റെ പ്രധാന മേഖല അല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഞാൻ കടന്ന് ചെന്നിട്ടില്ലെങ്കിൽ കൂടി മതിലിലൊക്കെ സിമെൻറ്റ് കൊണ്ട് റിലീഫ് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ടെറാക്കോട്ട കൊണ്ടും സിമെൻറ്റ് കൊണ്ടും ഒക്കെ. അതും എൻ്റെ ഈ പരീക്ഷണങ്ങളിൽ പെടുന്നതാണ്. സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിലും ബുദ്ധിമുട്ടുകൾ യാതൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് റിലീഫ് വർക്ക് ചെയ്തതും. ഒരു ശില്പം ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും വളരെ ലളിതമാണ്, ശാരീരിക അധ്വാനം കുറവാണ്. ചിത്രം വരച്ചു മാത്രം ഒരാൾക്ക് സർവകലാശാല യുവജനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടാമെന്നും കലാതിലകമാവാമെന്നും മോത്തി തെളിയിച്ചു. 2002 സംഭവം. അതേ തുടർന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വളരെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും മോത്തിയെ തേടിയെത്തി. 2002 ഞാൻ കേരള സർവകലാശാല കലാതിലകമാവുന്നത്. പെയിൻറ്റിങ്, അപ്ലൈഡ് ആർട്ട്, ക്ലേ മോഡലിംഗ്, രംഗോലി, കൊളാഷ് ഇവയായിരുന്നു എൻ്റെ പ്രധാന ഐറ്റം. ഇവയിലൊക്കെയാണ് ഞാൻ പങ്കെടുത്തത്. അതിൽ തന്നെ 3 ഒന്നാം സ്ഥാനവും 1 2ാം സ്ഥാനവും നേടിയാണ് കലാതിലകമായത്. ഏകദേശം 1000-ഓളം സമ്മാനങ്ങൾ കിട്ടുകയുണ്ടായി. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരുപാട് അവസരങ്ങളുണ്ടായി. 2 തവണ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ യങ് ആർട്ടിസ്റ്റ് ക്യാമ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഫോർ കൾച്ചറൽ ആൻഡ് റിസോഴ്സ് ട്രെയിനിങ്ങിൻ്റെ സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയിരുന്നു, ജൂനിയർ സ്കോളർഷിപ്പ്. പിന്നെ ലളിതകലാ അക്കാദമിയുടെ ജില്ലാ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലം ജില്ലാ ക്യാമ്പിലേക്ക്. പിന്നെ നിരവധി സമ്മാനങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമായി 1000-ഓളം സമ്മാനങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വാരികയിലെയും പത്രത്താളുകളിലെയും
ഇലുസ്ട്രേഷൻ മാതൃകയിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ മൂർത്തി വരച്ചിരിക്കുന്നു. വിഖ്യാത ചിത്രകാരന്മാരായ നമ്പൂതിരിയുടെയും ASന്റെയും മാതൃകകൾ പിന്തുടരുന്ന ചിത്രങ്ങൾ. പക്ഷേ ഇതൊക്കെ തൻ്റെ മാധ്യമ പഠനത്തിൻ്റെ ഭാഗമായാണ് മൂർത്തി കരുതുന്നത്. ചിത്രകലയല്ല മൂർത്തി രാജേഷ് ഔപചാരികമായി പഠിച്ചത്, ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തനവുമാണ്. മാധ്യമപ്രവർത്തനമാണ് പഠിച്ചത്. ഡിഗ്രി ഇംഗ്ലീഷ് സാഹിത്യം കഴിഞ്ഞ് മാധ്യമപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മാധ്യമപ്രവർത്തകയായാണ് ഞാൻ തുടങ്ങിയത്. പലതവണ വാർത്താ വായനയിലൂടെ പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞു. പിന്നെ അധ്യാപനം ഇഷ്ടപ്പെട്ട വേറൊരു മേഖലയാണ്. അധ്യാപനം ചെയ്തു. കോളേജ് അധ്യാപികയായിരുന്നു 2 വർഷത്തോളം. പിന്നെ ഞാൻ ചിത്രകലയാണ് പ്രധാന, എന്നെ സംബന്ധിച്ച് എൻ്റെ രക്തത്തിലുള്ളത് ചിത്രകലയാണ്. ഒരൊറ്റ മാധ്യമത്തിലോ പ്രതലത്തിലോ മൂർത്തി വിശ്വാസം അർപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മൂർത്തി രാജേഷിന് ഏതു പ്രതലവും നന്നായി വഴങ്ങും. തുണികളിൽ മൂർത്തി നിർവഹിക്കുന്ന ഈ വർണ്ണവിസ്മയങ്ങൾ അനന്തമായ ഒരു അന്വേഷണ ത്വരയുടെ ഭാഗമാണ്. ഷർട്ടുകളിലും സാരികളിലും മൂർത്തി സ്വന്തം മനസ്സുകൊണ്ടാണ് ചിത്രം എഴുതുന്നത്. ക്യാൻവാസിൽ വരയ്ക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ തുണികളിൽ വരയ്ക്കാറുണ്ട്. അത് പുതിയതായി ഒരു തുണി തയ്പ്പിച്ച് അതിൽ വരയ്ക്കാറില്ല. ഞാൻ കുറേ നാൾ ഇട്ട് കഴിയുമ്പോൾ അതിലൊരു മാറ്റം വരുത്തിയാലോ എന്ന് തോന്നുമ്പോൾ അത് ഞാൻ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടിറങ്ങും. അപ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കും, ഇത് കൊള്ളാം, പുതിയതാണോ, നന്നായിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അവരാവശ്യപ്പെട്ടാൽ അങ്ങനെ അവരുടെ ചില വേഷങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സാരിയിലും. കുടുംബം കൂടെയില്ലെങ്കിൽ എത്ര വലിയ പ്രതിഭയാണെങ്കിലും കാലിടറി വീണുപോകും. പക്ഷേ മൂർത്തി അക്കാര്യത്തിൽ ഭാഗ്യവതിയാണ്. ചിത്രകലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് അച്ഛനാണെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് നടത്തുന്നത് ഭർത്താവ് രാജേഷാണ്. ഇത് ഹസ്ബൻഡ് രാജേഷ് ജന്ദേവൻ. ബേസിക്കലി അഡ്വക്കേറ്റാണ്, പക്ഷേ ഇപ്പോൾ പ്രാക്ടീസ് ഇല്ല. ജേർണലിസമാണ്. ആൾ ജേർണലിസ്റ്റായി വർക്ക് ചെയ്യുന്നു. പിന്നെ മകൻ മിലൻ മൂർത്തി, 1.5 വയസ്സ് കഴിഞ്ഞ്. സ്ത്രീകളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വിവാഹം വരെ അച്ഛനും അമ്മയും സഹോദരങ്ങളും. അത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും മക്കളും ഒക്കെ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് വളരെ സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. ഇതാ അംഗം പുതുതലമുറയിലേക്കും തുടരുന്നു. അല്ലെങ്കിൽ തന്നെ മൂർത്തിയുടെ മകന് ചായക്കൂട്ടുകൾ കളിപ്പാട്ടമാക്കാതിരിക്കാനാകുമോ? അവനും അമ്മയുടെ ഹൃദയ രഹസ്യങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മൂർത്തി രാജേഷിന് കുങ്കുമം സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു.